തൃശൂർ കുന്നംകുളം പുതുശ്ശേരിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ സംഘർഷം. പോലീസ് ലാത്തിവീശി. टाइम में बरस करेगा വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടത്ത് ഒരു സംഘർഷം ഉണ്ടായിരിക്കുകയാണ്. എന്തിന്റെ പേരിലായിരുന്നു ഈ സംഘർഷം? എന്താണ് ഇതിലേക്ക് നയിച്ചത്? അതുല്യ, ഇന്ന് രാത്രി 9 മണിയോടെയാണ് ഇത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം നടന്നത്. സംഭവം നടക്കുന്നത് കുന്നംകുളത്തിനടുത്തുള്ള ചൂണ്ടൽ പുതുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പുണ്ട്. സ്വകാര്യ കെട്ടിടത്തിലാണ് സ്വകാര്യ വ്യക്തി ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വാടകയ്ക്ക് നൽകിയിട്ടുള്ള ഒരു ലേബർ ക്യാമ്പാണ്. 100ഓളം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ താമസിച്ചു വരുന്നത്. ഇവർ വിവിധ ജോലികൾക്കായി ഈ ഏജന്റുമാർ വിളിക്കുന്നതനുസരിച്ച് വിവിധ ജോലികൾ എടുത്തു വരുന്ന ആളുകളാണ്. അതിൽ കെട്ടിടം പണിക്കാരുണ്ട്, മറ്റ് തൊഴിലിനായി പോകുന്നവരൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും രാത്രി ഈ ക്യാമ്പിലാണ് താമസിക്കുക. ഇവിടെയാണ്, ഈ ക്യാമ്പിനുള്ളിലാണ്, ഈ ലേബർ ക്യാമ്പിനുള്ളിലാണ്, ഈ ക്വാർട്ടേഴ്സിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷം നടന്നത്. 9 മണിയോടെ ഈ സംഘർഷം, നിലവിളി ശബ്ദമൊക്കെ കേട്ടാണ് ഈ പ്രദേശവാസികൾ ഇത്തരത്തിൽ ഈ സംഘർഷത്തിന്റെ കാര്യങ്ങൾ അറിയുന്നത്. ഇതിനു ശേഷം ഇവർ ചെന്ന് നോക്കിയപ്പോൾ വലിയ രീതിയിലുള്ള അടിയാണ് ഇവർ തമ്മിൽ ഉണ്ടായത്. കാരണം ചീനച്ചട്ടി, ഇരുമ്പിന്റെ ചീനച്ചട്ടി ഉൾപ്പെടെ, കട്ട, കല്ല് ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടിക്കുന്നത് പ്രദേശവാസികൾ കണ്ടത്. ഇതോടെ പ്രദേശവാസികൾ ചേർന്ന് കുന്നംകുളം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി. പോലീസുകാർ ഒരു ജീപ്പിൽ ഉള്ള ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ക്യാമ്പിൽ താമസിക്കുന്നത് 100ഓളം വരുന്ന വലിയ ഒരു സംഘം തന്നെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് മതിയായ ആളുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ സഹായത്തോടെയാണ് ലാത്തി വീശി എന്നാണ് പറയുന്നത്. ലാത്തി വീശിയാണ് ഈ സംഘർഷം ശമിപ്പിച്ചത്, ഇവരെ കീഴ്പ്പെടുത്തിയത്. 12 പേരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആ ദൃശ്യങ്ങളിൽ കാണാം, ആ ഇരിക്കുന്നവരെല്ലാം കസ്റ്റഡിയിലെടുത്തവരാണ്. 2 പേർക്ക് ഈ ചീനച്ചട്ടി ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ കൊണ്ട് അടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ കുന്നംകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നാട്ടുകാരും പോലീസുകാരും ചേർന്നാണ് ഇത്തരത്തിൽ ഇവരെ കീഴ്പ്പെടുത്താനായത്. എന്താണ് ഇവർ ഇത്തരത്തിൽ ഒരു സംഘർഷത്തിലേക്ക് പോകാനുള്ള കാരണമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഇവരെല്ലാവരും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള ഒരു കാര്യമാണ് നാട്ടുകാർ പറയുന്നത്. അതെല്ലാം ഇനി പരിശോധനയിലൂടെ മാത്രമേ തെളിയുകയുള്ളൂ. എന്തായാലും വലിയ രീതിയിൽ ലഹരി ഉപയോഗിച്ചു എന്ന് അതിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു പോലീസ് എത്തിയിട്ട് പോലും ഇവർ പോലീസിന് മുന്നിൽ കീഴ്പ്പെടാൻ ഉദ്ദേശിച്ചിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് പോലീസ് ലാത്തി വീശുന്ന ഒരു ഘട്ടം എത്തിയത്. എന്തായാലും പോലീസ് ഇപ്പോൾ ഈ ക്വാർട്ടേഴ്സ് നടത്തിപ്പുകാരനോട് ഇവിടെ താമസിക്കുന്നവരുടെ വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുള്ള 12 പേർക്കെതിരെ കേസെടുക്കാനാണ് സാധ്യത. എന്തായാലും ഇത്തരത്തിൽ ഇവരെ മറ്റ് പരിശോധനകൾ, രക്ത സാമ്പിളുകൾ ഉൾപ്പെടെ പരിശോധിക്കാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. കാരണം നാട്ടുകാർ അത്തരത്തിൽ ഇവർ ലഹരിയിലായിരുന്നെന്നുള്ള ഒരു വിവരം കൂടി പോലീസിന് കൈമാറിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള സംഘർഷമാണ് കുന്നംകുളം പോലീസ് ലാത്തി വീശി ഇപ്പോൾ ശമിപ്പിച്ചിട്ടുള്ളത്. അതുല്യ. ശരി അനീഷ്, കുന്നംകുളം ചൂണ്ടലിനടുത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ വലിയൊരു സംഘർഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് എത്തി അവിടെ സ്ഥിതിഗതികൾ ശാന്തമാക്കിയിട്ടുണ്ട്. നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ചീഞ്ചട്ടി അടക്കമുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുണ്ടായ ആക്രമണത്തിൽ 2 പേർക്ക് ഗുരുതരമായി അല്ലെങ്കിൽ സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അനീഷ് നൽകുന്ന വിവരം.